ശ്രീ എ ഷുക്കൂർ, ഒന്നാം ഭാഗത്തിൽ നിങ്ങളൊക്കെ ആയിരുന്നു ഭാഗഭാക്കായത്. നിയമസഭയിൽ എന്തെല്ലാമാണ് നടന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. നിയമസഭയിൽ നടന്നത് പോലും നടന്നിട്ടില്ലെന്ന് കോടതിയിൽ പറഞ്ഞവരാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നത്. ഈ പ്രതിപക്ഷം എന്താണ് ഒട്ടും ഊർജമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്? ഒരു ഊർജക്കുറവുമില്ല, ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കൾ UDF തീരുമാനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ബഹുമാന്യനായ KPC പ്രസിഡൻ്റെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ ഈ വാർത്ത വന്ന അന്ന് തന്നെ അത് സംബന്ധിച്ച് എന്താണ് വേണ്ടത് എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ പൊതുസമക്ഷം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം നിയമസഭ കൂടാനും കൂടി പോവുകയാണ്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഈ നിയമസഭ ചേരുന്നതിന് മുൻപ് ഈ പ്രശ്നം എങ്ങനെയും കോംപ്രമൈസ് ആക്കുക, ഇല്ലാതാക്കുക എന്നതാണ്. മന്ത്രി പോലും സ്ഥലത്തില്ല, പക്ഷെ പ്രതിപക്ഷം ഒട്ട് അനങ്ങുന്നില്ല. സ്വാഭാവികമായി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറയും. പക്ഷേ ഇന്നലെ ഈ ആരോപണം വന്ന ശേഷം ഇതുവരെ പറഞ്ഞതല്ലാതെ എന്ത് പ്രവർത്തിച്ചു പ്രതിപക്ഷം? വളരെ ഗൗരവമായി അല്ല, പ്രവർത്തനം വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. പ്രവർത്തനം എന്താണെന്നുള്ളത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം നിസ്സാരമായ കാര്യമല്ല ഇത് അനിമോൻ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റാണ്, നേരത്തെ സംസ്ഥാന ഭാരവാഹിയാണ്. അനിമോൻ ഈ ഡ്രൈ ഡേ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പുതിയ മദ്യനയം വരാൻ പോകുന്നത് സംബന്ധിച്ച് തന്നെ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വോയിസ് മെസ്സേജിൽ കൂടെ കാര്യങ്ങൾ പുറത്തു വന്നു. ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതായത് സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബാർ ഉടമകളുടെ സംഘടനയെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ഈ ഫണ്ട് പിരിവിലേക്ക് പോയിട്ടുണ്ട്. അത് അഴിമതി കോഴ കൊടുക്കാൻ വേണ്ടിയുള്ള പണമാണ്. ആ രൂപത്തിൽ തന്നെ ഇത് അനിമോൻ എങ്ങനെയാണ് അവതരിപ്പിച്ചത്, ആ രൂപത്തിൽ തന്നെ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചില്ല. വളരെ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ബാർ ഉടമകൾ സംഘടനയുടെ പ്രസിഡന്റന്മാരും അവർ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് താഴോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ പണം സമാഹരിക്കണമെന്നും പണം സമാഹരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും, അതായത് പുതിയ മദ്യനയം വരുവാൻ പോകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആ സ്ഥാപിത താല്പര്യങ്ങളിൽ എന്താണ്? സമയദൈർഘ്യം കിട്ടണം. ഇത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി കൂടുതൽ മദ്യനയത്തിലെ കർക്കശമായ ചില നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണം. ഡ്രൈ ഡേ ഇല്ലാതാകണം. ഈ ഡ്രൈ ഡേ ഇല്ലാതാകുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി, ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ, ഈ ചീഫ് സെക്രട്ടറി ശ്രീ വേണു എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ പ്രത്യേക യോഗം കൂടി സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ഒരു നിർദ്ദേശം, അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമാഹരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം, അത് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ അറിവോട് കൂടിയല്ലാതെ അത് നടക്കുമോ? എങ്ങനെ ഇവർക്ക് അതല്ല എന്ന് പറയാൻ കഴിയും? ഞങ്ങൾ ഇതൊന്നും തീരുമാനിച്ചിട്ടില്ല, മദ്യനയം സംബന്ധിച്ച തീരുമാനങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ ആക്ഷേപം അനിമോൻ്റെ നാവിൽ നിന്ന് ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോയിസ് മെസ്സേജ് നമ്മളെല്ലാം കാണുന്നതും കേൾക്കുന്നതും. വ്യക്തമായി അതിനകത്ത് പറയുന്നുണ്ടല്ലോ, നേരത്തെ നിങ്ങളുടെ രേഖ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആ കാര്യങ്ങൾ പറയപ്പെടുന്നു. എന്താണ് പറയപ്പെടുന്നത്? നമുക്ക് ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഡ്രൈ ഡേ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ, പുതിയ മദ്യനയത്തിൽ ആ കാര്യം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, പണം തന്നെ കൊടുക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ പണം വേണം. അത് കൊണ്ട് തന്നെ 2.5 ലക്ഷം രൂപ വീതം സമാഹരിക്കണം. ആ സമാഹരിക്കുന്ന പണം എത്രയും വേഗം എത്തിക്കണം. ആ രൂപത്തിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം. അതിന് മറുപടി ഇതേ വോയിസ് മെസ്സേജിൽ അതിന് മറുപടി തരികയും വേണം മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. മറ്റ് ജില്ലാ പ്രസിഡന്റുമാർ
മറ്റു രൂപത്തിലായിരിക്കും അതിലേക്ക് പോയിട്ടുള്ളത്. അതാണ് ശരി. അത് സുനിൽകുമാറിന്റെ സംഘടന തീരുമാനിച്ച് ചെയ്ത കാര്യമാണ്. ഇത് ആർക്കും നിഷേധിക്കാനാവില്ല. ഇപ്പോൾ അനീമോനെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാൻ സുനിൽകുമാർ ഇന്നലെ മുതൽ ബദ്ധശ്രദ്ധ നടത്തി. അങ്ങനെയല്ല, കെട്ടിട ഫണ്ടാണെന്ന് പറയുമ്പോഴും അനീമോൻ ഈ ബാർ ഉടമകൾക്കായി അവരുടെ സംഘടനയിലൂടെ വോയിസ് മെസ്സേജിൽ വ്യക്തമായി പറയുന്നു, ഡ്രൈ ഡേ അവസാനിപ്പിക്കാൻ വേണ്ടി പുതിയ മദ്യനയത്തിൽ നമുക്ക് സ്ഥാപിതമായ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പണം പിരിച്ചു വരുമ്പോൾ ഏകദേശം 20-25 കോടി രൂപയോളം ഉണ്ടാകും. 20 കോടിക്ക് മുകളിലുള്ള ഒരു വ്യവസ്ഥാപിതമായ ആ രൂപത്തിൽ കളക്ട് ചെയ്തു വന്ന പണം കോഴയായി കൊടുക്കുന്നു. അവിടെയാണ് 2015 മുമ്പുള്ള ചിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടത്. അന്നത്തെ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ സംഘടനയുടെ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മാണിസാർ ഈ കോഴ വാങ്ങിയിട്ടുണ്ട്. മാണിസാർ കോഴ വാങ്ങിയത് മാണിസാർ മാത്രമല്ല, അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്, അത് എക്സൈസ് വകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. ആ രൂപത്തിലേക്കാണ് അതിനെ അവതരിപ്പിക്കുകയും അതുകൊണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ്, ഈ സർക്കാർ രാജിവെക്കണം.